ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ധ്യാനാവസരത്തിൽ വീട് വെഞ്ചരിക്കാനായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് അച്ഛന്മാരെല്ലാവരും പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരമ്മച്ചി 75-78 വയസ്സുള്ള ഒരമ്മച്ചി വന്നിട്ട് ഞങ്ങളോട് എല്ലാ അച്ഛന്മാരുടെയും അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കൂ. അച്ഛന്മാർ പറഞ്ഞു, വന്ന് പ്രാർത്ഥിച്ചേക്കാം. അതിനുശേഷം കൂട്ടത്തിലുള്ള ഒരു അച്ഛൻ പറഞ്ഞു, അമ്മച്ചി എല്ലാവരുടെയും വീട്ടിൽ അച്ഛന്മാർ വരും, അമ്മച്ചിയുടെ വീട്ടിലും അച്ഛൻ വന്നോളും. അമ്മച്ചി പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ വീട്ടിൽ എല്ലാ അച്ഛന്മാരും വരണം, ഈ അച്ഛനും വരണം, ഈ അച്ഛനും വരണം, ഈ അച്ഛനും വരണം. ചിലരൊക്കെ നമ്പർ കൊടുത്തു. ധ്യാനം കഴിഞ്ഞ് അമ്മച്ചിയെ മറന്നുപോയി, തിരിച്ചുപോയി. അമ്മച്ചിയുടെ വീട്ടിൽ പോയുമില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, ഇനി ഒരു അവസരത്തിൽ നാട്ടിൽ വരുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വരാം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞതനുസരിച്ച്, അമ്മച്ചി തന്ന നിർദ്ദേശം അനുസരിച്ച് അമ്മച്ചിയുടെ വീടിൻ്റെ വാതിൽക്ക് ചെന്നു. ഒരു മുറ്റവും നല്ലൊരു വീടും. വീട്ടിലേക്ക് കയറി ചെന്നു. പ്രാർത്ഥനാപൂർവ്വം അമ്മച്ചി സ്വീകരിച്ചു. സ്വീകരണ മുറിയിൽ ഇരുന്നുകൊണ്ട് വർത്തമാനം പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഭാവിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ ഇരിക്കണ്ട, അകത്തേക്ക് വാ. എന്നിട്ട് ഒരു മുറി കാണിച്ചിട്ട് പറഞ്ഞു, അത് എൻ്റെ മൂത്ത മകൻ, 45 വയസ്സ്, പ്രാർത്ഥിക്കു വച്ച ബുദ്ധിമാന്യം ബാധിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്. മറ്റൊരു മുറിയിലേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, അതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്, 40 വയസ്സുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അമ്മച്ചി കൂട്ടിച്ചേർത്തു, അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ, അവർക്ക് കൂദാശകൾ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരടഞ്ഞു കിടന്ന മുറി അമ്മച്ചി തുറന്നു. അതിൽ ആ അമ്മച്ചിയുടെ ഭർത്താവ് ഡിപ്രഷൻ അടിച്ച് ഭ്രാന്തനായി നിൽക്കുന്നു. വാതിൽ തുറന്നിട്ടാൽ ഇറങ്ങിപ്പോകുമത്രേ. കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയോടുകൂടി അമ്മച്ചിയുടെ കരം ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ 47 വർഷത്തിലോ അധികമായി ഈ അമ്മച്ചി കൊണ്ട് നടക്കുന്ന വലിയ വേദനയും കൂടെ നടക്കുന്ന ഈശോയെയും പ്രാർത്ഥനാ ജീവിതത്തെയും കണ്ട് പകച്ചു നിന്നുപോയി എന്ന് പറയും. ഇന്നത്തെ സുവിശേഷം, ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ഭയപ്പെടേണ്ട, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 32-33 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ 26-ലും 28-ലും 32-ാമത്തെ തിരുവചനത്തിലും പറയുന്നു, ഭയപ്പെടേണ്ട. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോയുടെ വചനങ്ങളാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ജെറമ്യാ പ്രവാചകൻ പല സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സംഘർഷങ്ങൾക്കിടയിൽ ദൈവത്തെപ്പോലും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴും പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ആ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം ജ്വലിക്കുന്നുവെന്ന്. ഇത്ര സന്തോഷത്തോടു കൂടിയാണ് പ്രവാചകൻ പിന്നീടും ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുക. ഇന്ന് സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും നമ്മൾ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാനായിട്ടും ആ പ്രശ്നങ്ങൾക്ക് കൂടെ എൻ്റെ ദൈവമുണ്ടെന്നും എൻ്റെ ദൈവം എന്നെ കൈപിടിക്കുന്നുണ്ടെന്നും ഒരു കുരുവി വീണാലും അറിയുന്ന ദൈവമാണ്, നിന്റെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ കാണാനായിട്ടാണ് തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ദൈവത്തെ നമ്മൾ ഇരുട്ടിൽ മന്ത്രിക്കപ്പെട്ടത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവാനായിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് ലോകത്തിൽ എന്തുമാത്രം അവസരങ്ങൾ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട്, എന്നിട്ടും ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക്, അബദ്ധ ബന്ധങ്ങളിലേക്ക്, അസൂയയിലേക്കും അഹങ്കാരത്തിലേക്കുമൊക്കെ നമ്മൾ അകന്നു പോകുന്നില്ലേ? ഒരുപാട് തെറ്റായ വഴികളിലൂടെയും ശീലങ്ങളിലൂടെയും വിശ്വാസങ്ങളിലേക്കും നമ്മൾ പോയിട്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞ് ക്രിക്കറ്റ് താരം ജമീമ റോഡ്രിഗസ് ദൈവത്തെ പ്രഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരം അവൾ വിളിച്ചു പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചൊരു വചനമായി മാറി. നീ യുദ്ധം ചെയ്തുകൊള്ളുക, ശാന്തമായി നിന്നുകൊള്ളുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിച്ചവൾ. ഒരു സഞ്ജു സാംസൺ നിർണായക നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ദൈവത്തിന് ഈശോയുടെ കുരിശു വരച്ചാണ് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം നൽകിയത്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്തും ഫൈനലിൽ ഇറങ്ങിയ ബ്രസീലിൻ താരം നെയ്മർ തലയിൽ ബാൻഡായിട്ട് വെച്ചത് ജീസസ് ലവ്സ് യു, ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എത്ര കരുതലോടുകൂടിയാണ് ദൈവത്തെ പ്രഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വിളിച്ചു പറഞ്ഞത്.
ഈ വേൾഡ് കപ്പിലും നമ്മൾ കണ്ടു. മെസ്സി എന്ന താരം, നല്ല ഇന്നും എല്ലാവർക്കും ആകർഷിക്കുന്ന താരം, തൻ്റെ ഹാട്രിക് നേട്ടത്തിൽ കുരിശ് വരച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. പുരമുകളിൽ നിന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനെ നീ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി ഞാനും നിന്നെ ഏറ്റുപറയും എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈശോയെ പ്രഘോഷിക്കുവാൻ, ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മളെന്നും മാത്രം മാറി നിന്നിട്ടുണ്ട്. ഇന്നത്തെ സങ്കീർത്തനം 69 നമ്മൾ നമ്മുടെ അധരങ്ങൾ ചലിപ്പിച്ചതും അങ്ങനെയാ. കർത്താവെ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകണമേ. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കൊച്ചത്രേസ്യയെ നമ്മൾ വിശുദ്ധയാക്കുന്നതും നമ്മളുടെ പ്രിയപ്പെട്ട വിശുദ്ധയാക്കി, തൻ്റെ ജീവിതത്തിൽ ഏകാന്തതയുണ്ടായപ്പോഴും, നഷ്ടങ്ങളുണ്ടായപ്പോഴും, രോഗങ്ങളുണ്ടായപ്പോഴും, മറ്റുള്ളവരിൽ നിന്നുള്ള തിരസ്കരണങ്ങളുണ്ടായപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വിശുദ്ധ, അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ഒരു വിശുദ്ധ. നമുക്ക് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാ, ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കുഞ്ഞ് ഒരു പാട്ട് പാടി, ഏതോ ഒരു ദൈവത്തെ പ്രകീർത്തിക്കുന്നൊരു പാട്ട്. കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവമാണോ അത്? ഒരു ക്രിസ്ത്യാനിയായ കുഞ്ഞ് നിശബ്ദത പാലിച്ചു. വേറൊരു റിയാലിറ്റി ഷോയിൽ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവമായിരുന്നു അത്? അവൾ പറഞ്ഞു, അല്ല, എനിക്ക് ഈശോയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് നിശബ്ദമായി നമ്മൾ ദൈവത്തെ മാറ്റിവെച്ചില്ലേ? വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിശബ്ദത കൊണ്ടും ഒക്കെ ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ടോ? എങ്കിൽ തമ്പുരാൻ നമ്മൾ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയില്ല. നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ അത് എപ്രകാരം വിനിയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചേർത്ത് പിടിക്കണേ. ഈ അമ്മ തൻ്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളും പ്രശ്നങ്ങൾ മാറിപ്പോകാനല്ല. നമ്മളിന്ന് ഒരുപാട് ആകുലതകൾ, എൻ്റെ മകൻ അങ്ങനെയാണ്, എൻ്റെ മകൾ ഇങ്ങനെയാണ്, വിദേശത്ത് പോകാൻ പറ്റുന്നുണ്ടോ, പരീക്ഷ ജയിക്കുന്നില്ല, ഒരുപാട് തടസ്സങ്ങളാൽ, രോഗങ്ങളാൽ, ബാധ്യതകളാൽ, ഒരുപാട് ശത്രുക്കളാണ് ചുറ്റും, ഒരുപാട് വിശ്വാസങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് ദൈവത്തെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അവസരങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയത് ഓർക്കുന്നില്ലേ? ഈ വിശുദ്ധ ദിനം നമുക്ക് കർത്താവിനോടൊപ്പം ആചരിക്കുമ്പോൾ ദൈവത്തെ പ്രഘോഷിക്കുവാൻ പറ്റുന്ന അവസരങ്ങളാണെന്ന് തിരിച്ചറിയാം. ഇന്നത്തെ 2ാമത്തെ വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാവരവും അനേകർക്ക് എത്ര അധികമായി സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഈ അമ്മയും ഈ പറഞ്ഞ വ്യക്തികളും ഒക്കെ ഇതുപോലെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതുപോലെ നമുക്കും ദൈവത്തിൻ്റെ കൃപയിലും ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവാകുന്ന നിയമത്തെ, ക്രിസ്തുവാകുന്ന സ്നേഹത്തെ, ക്രിസ്തുവാകുന്ന അനുസരണയെ, ക്രിസ്തുവാകുന്ന ജീവിത വിശുദ്ധിയെ, ക്രിസ്തുവാകുന്ന അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരായിട്ട് മാറാം. ഇങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദിനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. യെശയ്യാ 41:10-11 നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ആമേൻ. വചനജായ 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 വചനജായ